വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്കൈ ലാമ്പ്. അപ്പോൾ സ്കൈ ലാമ്പ് എങ്ങനെയാണ് കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാനുണ്ടാവും എന്താണ് സ്കൈ ലാമ്പ് എന്നൊക്കെ. അപ്പോൾ സ്കൈ ലാമ്പൊക്കെ നമുക്കിങ്ങനെ വഴിയെ 1 by 1 ആയിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്നും അതിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എൻ്റെ കൈമ നിൽക്കുന്ന ഈ സാധനത്തിനാണ് സ്കൈ ലാമ്പ് എന്ന് പറയാം. ഇനി ഇത് ലാസ്റ്റ് ഞാനിങ്ങനെ കത്തിച്ചിങ്ങനെ ഇങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ പറന്നു പോകുന്ന നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുത്തിരുന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മൊത്തം കാണുക. അത് കണ്ടു കഴിഞ്ഞിട്ട് അവസാനം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കോളി. സോ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ലൈക്ക് ഇടാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ വർക്കിലേക്ക് പോവാം. കമാൺ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ 4 പീസ് ബട്ടർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഇനി 4ൻ്റെ എൻഡിലാക്കി കണ്ടിട്ട് ഇതാ ഇങ്ങനെ ഗമ്മ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിക്കുന്ന കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ 4 എണ്ണത്തിൻ്റെ എൻഡ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സർക്കിൾ മാതിരി നമ്മൾ നേരെ 2 എൻഡും പാടെ ഒന്ന് മുട്ടുന്ന രീതിയിൽ ഒട്ടിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഒരു രൂപത്തിലാക്കിയിട്ടുണ്ട്. 4 ഒരു വട്ടൊക്കെ ആക്കി കണ്ടിട്ട് 4 പാടെ കൂട്ടി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലെ ഒരു ഭാഗം ഒരു സൈഡ് മറക്കണം. അപ്പോൾ അതിനുള്ള പേപ്പർ ഇതിൻ്റെ സെയിം അളവിൽ കട്ട് ചെയ്താൽ മതി. സ്ക്വയർ ആക്കി കണ്ടിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഇതൊക്കെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. നമ്മൾ ടോപ്പ് ഒട്ടിച്ച് 4 സൈഡ് ഒട്ടിച്ച് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആയി. ഇനി നമുക്കിതൊരു ഇതിൻ്റെ അടിയിൽ നമുക്ക് തീ വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടി നമുക്ക് ഈർക്കൾ കട്ട് ചെയ്ത് കണ്ടിട്ട്, ഈർക്കൾ പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ തെങ്ങിൻ്റെ ഓലല്ലേ, ആ ഓലൻ്റെ അതിന് ഈർക്കൾ തന്നെയല്ല ഷെഫീക്ക് എല്ലായിടത്തും പറയാം. അതന്നെ. അപ്പോൾ ആ ഓലൻ്റെ ഈർക്കൾ എടുക്കുക. എന്നിട്ട് ഈർക്കൾ എടുത്ത് കണ്ടിട്ട് ഇതിൻ്റെ ചുറ്റും ഒരു സർക്കിൾ രൂപത്തിലാക്കി കണ്ടിട്ട് ഇതിൽ ഒട്ടിക്കുക. എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇതിന് ഈർക്കൾ എടുത്തിട്ടുണ്ട്. ഈർക്കൾ നമ്മൾ ചെമ്പ് കമ്പി വെച്ച് കണ്ടിട്ട് രണ്ടും പാടെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ തീ കത്തിക്കാനുള്ളതാണ് സെൻറ്ററിൽ. അപ്പോൾ തീ കത്തുമ്പോൾ തീ പിടിക്കാത്തത് ചെമ്പ് കമ്പിയാണ്. അതുപോലെ തന്നെ ഈർക്കൾ എടുക്കുമ്പോൾ ഉണങ്ങിയ ഈർക്കൾ എടുക്കാതിരിക്കുക. പച്ചോലൻ്റെ ഈർക്കൾ എടുക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് കത്തൂല്ല. നമുക്ക് കുറച്ച് ഹൈറ്റ് പോയിൻ്റ് ശേഷം കത്തുള്ളൂ. നമുക്ക് ചെമ്പ് കമ്പി കെട്ടുന്നത് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇതൊക്കെ 2 എണ്ണം ഇതൊക്കെ ചെമ്പ് കമ്പി ഉപയോഗിച്ചുകൊണ്ട് നല്ല നീറ്റാക്കി കണ്ടിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇതിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു എൻഡ് ടു ഈ എൻഡ് വരെ കറക്റ്റാക്കിയിട്ട് ഈർക്കിൾ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത രണ്ടും എടുത്തിട്ട് ഇതുപോലെ ചെമ്പ് കമ്പി കൊണ്ടിട്ട് തന്നെ അത് ജോയിൻ ചെയ്യുക. ആ ഫ്രണ്ട്സ്, നമ്മൾ ഇതൊക്കെയിപ്പോൾ അത് 2 ഇരട്ടി നീളത്തിൽ ഇതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരെ ഇങ്ങനെ ഒരു സർക്കിൾ രൂപത്തിലാക്കി കണ്ടിട്ട് ഇവിടെയും കമ്പി കൊണ്ട് സ്റ്റിക്ക് ചെയ്യുക. കമ്പി വെച്ച് കണ്ടിട്ട് ഇവിടെയും ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ നേരെ എന്താ പറയുക, ക്രോസ് ആക്കിയിട്ട് 2 എണ്ണം കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സർക്കിൾ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അത് നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ച പേപ്പറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കണ്ടിട്ട് മടക്കി ഒട്ടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, ഇതിപ്പോൾ ഇനി കണ്ടിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പം പറയണത്. നമ്മൾ ആദ്യം തന്നെ 4 ബട്ടർ ഷീറ്റ് എടുത്ത്, എന്നിട്ട് 4 ബട്ടർ ഷീറ്റ് നമ്മൾ ഗമ്മ് വെച്ച് ഒട്ടിച്ച് ശേഷം നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ ഒരു സ്ക്വയറിൽ ബട്ടർ ഷീറ്റ് കട്ട് ചെയ്ത് ആ സ്ക്വയറിലുള്ള ബട്ടർ ഷീറ്റ് നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ ഒട്ടിച്ചു കൊടുത്ത് അതിനുശേഷം നമ്മൾ ഈർക്കിൾ സർക്കിൾ രൂപത്തിലാക്കി. അതിനുശേഷം ഈർക്കിളിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ ക്രോസ് ആക്കിയാണ്ടിട്ട് 2 ഈർക്കിൾ കൊടുത്തു. ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് മടക്കി ഒട്ടിക്കുകയാണ് ചെയ്തത്. ഇതൊരു ഞാനൊരു
ഞാനൊരു ഒന്നായിട്ട് മിക്സ്ഡായിട്ട് പറഞ്ഞതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ല ഡൗട്ടോ ഉണ്ടെങ്കിൽ ഇനി ഫസ്റ്റിലേക്ക് തന്നെ പോയി കണ്ടാൽ മതി. ഇത്രക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ കഴിയുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ നേരത്തെ മെഴുകിൽ മുക്കി വെച്ച ക്ലോത്ത് ഉണ്ടായിരുന്നു. ആ ക്ലോത്ത് ഏകദേശം മെഴുകൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഈ മെഴുക് ഉപയോഗിച്ച ക്ലോത്ത് ഇതിൻ്റെ സെൻറ്ററിലാക്കിയാണ്ട് കെട്ടി കൊടുക്കുക. ദെൻ കെട്ടിയതിന് ശേഷം നമ്മൾ അതിന് തീ കൊളുത്തിക്കുകയാണെങ്കിൽ തീയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടിട്ട് സാധനം മുകളിലോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സാധനം പൊന്തോ ഇല്ലേ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കാത്തിരുന്ന് കാണാം. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കാം. എന്താ അറിയില്ല, നല്ല വിഷമമുണ്ട്, എന്താ ടെൻഷൻ ഉണ്ട്. ഇവിടെ അടുത്തൊക്കെ ഒരുപാട് വീടുകളാണ്, അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു നൂല് ഇതിൻ്റെ സൈഡിൽ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാമെന്നൊന്നും അറിയില്ല. നമുക്ക് ഏതായാലും ഒന്ന് കാത്തിരുന്ന് കാണാം. ഗൈസ് പണിപ്പാളി ഗൈസ്. ഇത് പൊന്തണില്ല ഗൈസ്. ഒക്കെ ശരി, നന്നായിക്കാണെങ്കിലും നമുക്ക് വലിയൊരു ഫാൾട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഇതൊക്കെ ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ്. ചിലവർക്ക് നന്നാവും, ചിലവർക്ക് നന്നാവില്ല. അമ്മ ഉണ്ടാക്കിയത് നന്നായിട്ടില്ല. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നല്ല കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് സാധനം പൊന്തിക്കാനുള്ള ലെവലിലേക്ക് എത്തി. ബട്ട് സാധനം പൊന്തിയില്ല. അപ്പോൾ ഗൈസ് ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡിയാവില്ല. നമ്മളത് ഏതായാലും റെഡി ആയില്ല. അതിലേതായാലും നമുക്കൊരു വിഷമവുമില്ല. നമ്മളേതായാലും അടുത്ത ഞാൻ എന്തായാലും ഇത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതെന്ത് സംഭവിച്ചതെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ഫുൾ പക്ക ക്ലിയറൻസോട് കൂടാണ് സാധനമൊക്കെ ചെയ്തത്. ബട്ട് സാധനം പൊന്തിയിട്ടില്ല. സാധനം തിരിച്ച് റിട്ടേൺ വന്നു. നമുക്ക് ഇൻഷാല്ലാ ഇതൊന്നും പാടൊന്ന് എന്താണ് കാരണം എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇൻഷാല്ലാ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഈ വീഡിയോ എന്തായാലും നിങ്ങളെ മുമ്പിൽ പൊന്തിക്കണേ ഞാൻ കാണിച്ചിരിക്കും. എന്നിട്ട് ഇനി ഞാൻ വേറെ എന്താ പറയുക എനിക്ക് ഉറക്കമുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, എന്നാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളി, ഷെയർ ചെയ്തോളി, ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇനിയിപ്പോൾ ഇത് പൊന്താത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ സപ്പോസ് ഞാനിത് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു വീഡിയോ കണ്ടപ്പോൾ ചെയ്യണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പൊന്താത്തതിൻ്റെ കാരണം ഒന്നിക്ക് അടിയിലൊന്ന് പറയണേ. സോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒന്നുപാടെ പറയാണ്, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചോളി, ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളി. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ വന്നുകൊണ്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇത് പൊന്തിനെ കാണാൻ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത് ഞാൻ ആ പൊന്തിനെ കാണുമ്പോൾ നിങ്ങളെ വീഡിയോയിലേക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടിട്ട് അതിൻ്റെ കൂടെ ബെല്ലൈക്കണും പാടെ അടിക്കുക. അപ്പോൾ നിങ്ങളുള്ള വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പിന്നെ പൊന്താത്ത എൻ്റെ കുറ്റം കൊണ്ടിട്ടല്ല, ഞാൻ പിന്നെയും പറയുകയാണ്, ചെറിയ കമൻറ്റ് ഒന്നും ഇട്ടരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൈൻഡപ്പ് ചെയ്യുകയാണ്. ഇറ്റ്സ് മീ ഫോസൻ സിസി. ബൈ.